എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ മമ്പറന്തങ്ങളുടെ വീടും അതിന്റെ ഭാഗങ്ങളുമാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ആ വീടും ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാം. ചെരുപ്പോടെ പുറത്ത് വെക്കണമെന്നുണ്ട്. നേരെ ഉള്ളിലേക്ക് കയറി കേട്ടോ. ഉള്ളിലേക്ക് കയറിയത് അതിൻ്റെ ഇവിടെ വിളക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീടിൻ്റെ ഉൾഭാഗമാണ് കാണുന്നത് കേട്ടോ. അല്ലേ സീതലവി ബാവാലവി തങ്ങള് ജീവിച്ചിരുന്ന വീടാണത് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ കയറുന്നത് കേട്ടോ. ഒരടുക്കള ഭാഗം പോലെ ഉണ്ട്. ബാക്ക് ഭാഗം ഇതൊക്കെ പഴയ പടിയെ നിലനിർത്തിയിട്ടുണ്ട്. ഇതിൻ്റെ മച്ചല്ല ഫുള്ള് മരമാണ്. മുകളിലേക്ക് കയറാനുള്ള ഓപ്ഷൻ ഉണ്ടോയെന്ന് അറിയില്ല. ഇവിടെ എപ്പോഴും ചന്ദനത്തിരി കത്തിയുണ്ട്. ഇവിടെ ഒരു കിളിവാതിലുണ്ട്. അപ്പുറത്തൊന്ന് പോയി നോക്കാം. അതൊക്കെ ഇവിടെ കാണുന്നുണ്ട് കണ്ടോ. അന്നത്തെ അതിനെ അതിലൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. പിന്നെ ഇവിടെ രണ്ട് കല്ലുണ്ട്. ഇത് എന്താ പറയുക, അങ്ങനെ ഖുർആൻ വെക്കാനുള്ള സെറ്റപ്പാണെന്ന് അറിയില്ല. ഇങ്ങനെ രണ്ട് കല്ല് ഇങ്ങനെ പുസ്തകം മറിച്ച് വെച്ചാൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒക്കെ തന്നെ ടക്കം ഈ ചെമ്മണ്ണിട്ട് അടിച്ച് പണ്ടത്തെ വീടുകളിലെ ചെമ്മണ്ണിട്ട് ഈ വാതിൻ്റെത് കണ്ടത് അതങ്ങനെ തുറക്കുന്ന, അതായത് ജാഗ്രയൊന്നുമില്ല. പണ്ടത്തെ ആ ഒരു ഇത് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഉണ്ടായിരുന്നു. നല്ല സംഭവം അന്നത്തെ ആ ഒരു വീടും സെറ്റപ്പും ഒന്ന് കാണാനില്ല. പക്ഷെ സംഭവം ഇവിടെ നമ്മുടെ മമ്പറത്ത് സംഭവം ഉണ്ട്. വന്ന് കാണുന്നവർക്ക് കാണാട്ടോ. കാരണം ഇതൊരു ചരിത്ര സംഭവം തന്നെയല്ലേ. ഇത് കണ്ടോ, ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് എന്താണെന്ന് കറക്റ്റ് വ്യക്തമായിട്ട് അറിയില്ല. ഇന്നത്തെ ഒരു വിളക്കാന്ന് തോന്നുന്നുണ്ട്. ഇന്നത്തെ വിളക്കുകൾ കുത്തുവിളക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. അന്നത്തെ ബാത്റൂമാണെന്നാണ് പറഞ്ഞു കേട്ടുള്ളത്. അങ്ങനെ ഹോള് കാണുന്നുണ്ട്. ഒരു ഹോളുണ്ട്, ബാത്റൂമായിരിക്കും. മൂത്രയ്ക്കാനുള്ള സെറ്റപ്പിന് ആയിരിക്കാം, അറിയില്ല. നമുക്കിത് പറഞ്ഞു തരാനുള്ള ആളില്ല, അതാണ് ഒന്നാമത്തെ വിഷയം. മരങ്ങളൊക്കെ നല്ല പവറാട്ടോ അന്നത്തെ. കുറെ മരങ്ങൾ ചെതലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലൊക്കെ വാർണിഷ് അടിച്ച് ചെതലിനൊക്കെ ഓടിച്ചിട്ടുണ്ട്. എന്നാലും അന്ന കാലത്ത് ഇങ്ങനെ ഒരു പേര് എന്താണ് വലിയ വീടാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു വീടത്തെ വലിയ വീടാണ്. അന്നത്തെ കാലം വർഷം നോക്കണം. അപ്പൊ നമ്മള് ഇനി പുറംഭാഗം ഒന്ന് കാണാം. പുറംഭാഗത്ത് ഇങ്ങനെ അതിന്റെ കോലായി ഇങ്ങനെ ചങ്ങലിട്ട് വെച്ചിരിക്കുന്നത്. മറ്റുള്ള മൃഗങ്ങളും മറ്റുള്ള ഒന്നും കയറണ്ടെന്ന് വെച്ചിട്ടാണ്. പിന്നെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ചങ്ങലിട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വരാന്ത കേട്ടോ, പുറത്തെ വരാന്ത. അത് അന്നുള്ള വരാന്ത ഇന്നും അതുപോലെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതാണ് വീടിന്റെ ഫുൾ ഭാഗം കണ്ടോളി. ഏറ്റവും മുകളിൽ പണ്ടത്തെ മാരത്തെ ഓല തന്നെയാണ്. മറ്റുള്ള ഭാഗങ്ങളിൽ ഓടുണ്ട്. അത് അന്നത്തെ ഓടാണോ എന്നറിയില്ല. എന്തായാലും ഓടാണ് താഴ്ഭാഗത്തുള്ളത്. മുകളിൽ കയറാനൊന്നും മച്ചൊന്നും ഇല്ല കേട്ടോ. അത് അവിടെ ഒരു ചെറിയൊരിത് വെച്ചതാണ്. ഉള്ളിൽ നിന്ന് കണ്ടില്ലേ. പിന്നെ തൊട്ടുപുറത്തായിട്ട് പള്ളിയുണ്ട്. ഇതാണ് വീടിന്റെ ഭാഗം ചരിത്രം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഏകദേശം 200ഓളം വർഷം പഴക്കമുള്ള ഒരു വീടാണ്. കാരണം മമ്പറന്തങ്ങൾ ജീവിച്ചിരുന്ന ആ സമയത്തുള്ള വീടല്ലേ. അപ്പോൾ ഏകദേശം 10-200ഓളം വർഷങ്ങളെ പഴക്കമുള്ള വീടാണ്. പിന്നെ ജനാലും വാതിലും കാര്യങ്ങളൊക്കെ പഴയ തന്നെയാണ്. പഴയ ആ സെറ്റപ്പ് തന്നെയാണ്. എന്നാലും ഒരുപാട് ചരിത്രമുറങ്ങുന്ന ഒരു വീട്. കാരണം 1921 അന്നും ഈ വീട് ഇതേപോലെ നിലനിൽക്കുന്ന ഒരു വീടല്ലായിരുന്നു. അത് ഇന്നും ഇതേപോലെ തന്നെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ആർക്ക് വന്നാലും കാണട്ടോ. വീട് ഒന്ന് കാണാൻ കുഴപ്പമില്ല. ഒരുപാട് ആളുകൾ വന്ന് കാണുന്നുണ്ട്. ഇന്നും ആ ഒരു തനത് ശൈലിയിൽ നമ്മുടെ മമ്പുറത്ത് ഉൾഭാഗത്തേക്ക് ഒരു വഴിയുണ്ട്. അവിടെ ഒരു പള്ളീന്റെ മുന്നിൽ
ഈ വീട് അതേപടി നിലനിർത്തുന്നത് കേട്ടോ. കാരണം ചരിത്രമുറങ്ങുന്ന ഒരു ഭവനം തന്നെയാണിത്. അതുപോലെ തന്നെ ഈ ഒരു വീടിന്റെ തൊട്ടടുത്തായിട്ട് ഒരു പള്ളി, അത് തൊട്ടടുത്ത മറ്റൊരു വീടുണ്ട്. ഈ വീട് എന്ന് പറയുന്നത് അതായത് ഇവിടുത്തെ 4ാം തലമുറ, നമ്മുടെ തങ്ങൾപ്പാപ്പാന്റെ 4ാം തലമുറ കേട്ടത്. മമ്പുറം തങ്ങളുടെ 4ാം തലമുറയിലെ പേരക്കുട്ടി ജീവിക്കുന്ന, അവിടെ താമസിക്കുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പൊ എന്തായാലും എനിക്ക് സംശയം തോന്നി, അങ്ങനെ നമ്മൾ ചെയ്തതാണ്. അപ്പൊ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അപ്പൊ ചാനൽ ഇഷ്ടപ്പെട്ടാൽ